ഹായ്, ഞാൻ പ്രിനി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PJ Zone. വീട്ടിലേക്ക് മുതൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള രേഷ്മ അവൾ ജപ്പാനിൽ പോയപ്പോൾ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു രേഷ്മ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ട്രൈയിങ് ആൻഡ് റേറ്റിംഗ് റാൻഡം ജാപ്പനീസ് സ്നാക്സ് ആൻഡ് സ്വീറ്റ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കപ്പ് നൂഡിൽസ് ആണ്. കറി ഫ്ലേവറിൽ വരുന്ന കപ്പ് നൂഡിൽസ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പൂച്ചയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കപ്പ് നൂഡിൽസിന് കപ്പ് നാഡിൽ എന്നാണ് എഴുതിയേക്കുന്നത്. ഈ പൂച്ചയുടെ മ്യാവ് നമ്മൾ പറയുന്ന പോലെ അവിടെ ന്യ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ചെവിയുടെ ഈ പാകം വെച്ച് തുറക്കുക. 1973 ഇത് ഫസ്റ്റ് കറി നൂഡിൽസ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ 50 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. സാധാരണ നമ്മൾ ടോപ്പ് റാമിൻ്റെ കറി നൂഡിൽസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ നെസ്സിൻ എന്ന കമ്പനിയുടെ തന്നെയാണ് ഈ ടോപ്പ് റാമിനും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കപ്പ് നൂഡിൽസ്. അപ്പം സെയിം തന്നെയാണ്. ആക്ച്വലി ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയിട്ടുണ്ട്. കാരണം സാധാരണ കപ്പ് നൂഡിൽസിൽ നമുക്ക് ഫോർക്ക് വരുന്നതാണല്ലോ. ഇത് ഈ ഫോർക്കൊന്നും ഇല്ല. ആ നാട്ടിലെല്ലാവരും ചോപ്പ് സ്റ്റിക്ക് വെച്ച് കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനൊരു പാളിച്ച പറ്റിയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് കുറേ ഓരോ പീസൊക്കെ ആയിട്ട് ഉണ്ട് സംഭവങ്ങൾ. ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കൈ വെച്ച് കഴിക്കണം എന്നുള്ള അവസ്ഥയിലാണെന്നേ ഉള്ളൂ. ഇതിലാണെങ്കിൽ ടോപ്പിങ്സും കാര്യങ്ങളും ഒക്കെ നല്ല പോലെ ഉണ്ട്. അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ കപ്പ് നൂഡിൽസും ഈ കപ്പ് നൂഡിൽസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് ഒന്നുകൂടി ഇത് തന്നെ ഇഷ്ടപ്പെട്ടെ. ഞാനൊരു 10ൽ 8 കൊടുക്കുകയാണ്. 8/10. ഇനി രണ്ടാമത് നമ്മൾ ട്രൈ ചെയ്യുന്നത് സീവീഡാണ്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈഡ് കൊമ്പു സീവീഡ് കിഷു ഉമേ പ്ലം ഫ്ലേവറും ഒരെണ്ണം ഉമേ പ്ലം ഫ്ലേവേർഡ് സീവീഡുമാണ്. അപ്പം ഇതാണ്. എങ്കിൽ നമുക്ക് ഡ്രൈഡ് കൊമ്പു സീവീഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മണം എടുത്താൽ സത്യം പറയാലോ കഴിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾ കടിച്ചു പൊട്ടിക്കാൻ പറ്റുന്നില്ല. വയലോട്ടിടാം. മണം എടുത്താൽ കഴിക്കാൻ തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത് അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. ഈ സീവീഡിന് ഭയങ്കര ഗുണമാണല്ലോ, പക്ഷേ ടേസ്റ്റ് ഇല്ല. റേറ്റിംഗ് 2/10. അടുത്തതും സീവീഡാ. നമുക്ക് ഇത് ഇനി ട്രൈ ചെയ്ത് നോക്കാം. ഇതിലാണ് എൻ്റെ പ്രതീക്ഷ. മറ്റേതോ ചീറ്റിക്ക്. ഇത്ര എണ്ണയായിരുന്നു ആ പാക്കിലുണ്ടായിരുന്നത്. നമുക്ക് ഇനിയും പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം. മറ്റേത് ഡ്രൈഡ് ആയിരുന്നല്ലോ, ഇതൊന്നും കൂടെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെയാണ്. ഗുണം വെച്ചാൽ കഴിക്കാം. പച്ച സാധനം ഒരു പീച്ചിങ്ങയൊന്നും അല്ല. ഏതോ ഒരു നമ്മുടെ വെജിറ്റബിളിൻ്റെ എന്തോ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. റേറ്റിംഗ് 4/10. മൂന്നാമത് ട്രൈ ചെയ്യുന്നത് ഗമ്മി ബെയർ ആണ്. ഇതിൻ്റെ ബാക്കിൽ ഗമ്മി ബെയർ എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് ഇനി അങ്ങനെ തന്നെയാണോ, ബെയറിൻ്റെ ഷേപ്പ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. നമുക്ക് എന്നാലും പൊട്ടിച്ച് നോക്കാം. അതിന് ഇത് പൊട്ടിക്കാമേ. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉമേബോഷി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തപ്പോൾ കേട്ടോ. എടുത്തപ്പോൾ എന്താ ഇതുപോലത്തെ ഐറ്റംസ് ആണുള്ളത്. അപ്പം എനിക്ക് കണ്ടപ്പം തടിക്കഷ്ണം പോലെ ഇരിക്കുന്ന പോലെ തോന്നി. മണവും എന്തോ ഡ്രൈഡ് പോലെ എന്തോ ഒരു സംഭവം. കട്ടിയുള്ള റബ്ബർ മാതിരി എന്തോ സാധനം. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും. വെറുതെ അല്ല അവൾ എന്നോട് പറഞ്ഞായിരുന്നു ട്രൈ അറ്റ് യുവർ ഓൺ റിസ്ക്. അവൾക്കും അറിയില്ലല്ലോ ഏതാണ് നല്ലത് ചീത്തയെന്ന്. നോക്കി അങ്ങ് എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. 1/10. ഇത് ടേസ്റ്റ് ഉണ്ടായിരിക്കണേ. നമുക്ക് ഇതും കൂടെ പൊട്ടിച്ച് നോക്കാം. ഇത് കറക്റ്റ് ജെല്ലി ടെക്സ്ചർ മാതിരിയുണ്ട്. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. മറ്റേനെക്കാട്ടി ചെയ്തോ. 4/10. എന്തോ മസാലയൊക്കെ പോലെ ഉണ്ട്. രണ്ടും കഞ്ഞിയുടെ കൂടെ കൂട്ടാൻ കൊള്ളാവുന്ന പോലത്തെ ഐറ്റംസ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തീരുന്നതിന് മുന്നേ കഞ്ഞിയുടെ കൂടെ കൂട്ടുവാണെങ്കിൽ ഞാൻ അതും കൂടെ പറഞ്ഞേക്കാം എങ്ങനെയുണ്ട്. അടുത്തത് സ്പൈസി ചിക്കൻ ഫ്ലേവേർഡ് മിക്സ്ചറാണ്. നമുക്കിത് നമ്മുടെ മിക്സ്ചറൊക്കെ പോലെ തന്നെ കാണാനിരിപ്പുണ്ട്. ഇനി അത് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഈ പാക്കറ്റ് കാണിച്ചിരിക്കുന്ന ഇമേജ് പോലെ തന്നെയാണ് ഈ മിക്സ്ചർ വന്നിരിക്കുന്നത്. പീനട്ടും ഒക്കെ ഉണ്ട്. നമുക്കിനി ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുഴപ്പമില്ല. എന്നാലും 6/10. ഇനിയുള്ളത് കുറച്ച് ജാപ്പനീസ് സ്വീറ്റ്സും ക്യാൻഡീസും ഒക്കെയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പ്രിനി.